പണ്ട്, വളരെ പണ്ട്, അമ്പും വില്ലും കുംഭവും കുടവുമായി മലവേടന്മാർ അവരുടെ ഭാഷയുക്തം എന്ന കലാരൂപം വില്ലടിച്ചാൽ പാട്ട്. കാലത്തിന്റെ മുത്തൊഴുക്കിൽ നമുക്ക് അന്യം വന്നു പോകുന്ന ആ പൈതൃക ധന്യതയുടെ മൂല്യം ഒട്ടും തന്നെ ചോരാതെ ചിത്രാലയ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു. അനുഗ്രഹിച്ചാലും. മതേതരത്വം ചിന്തുകൾ പാടി പുതിയൊരു ഗീതയുണർത്തി. മതേതരത്വം ചിന്തുകൾ പാടി പുതിയൊരു ഗീതയുണർത്തി. കർമ്മങ്ങൾ കൊണ്ടു ധർമ്മം നേടിയ പുണ്യഭാരതദേശം. തെളിക്ക നമ്മൾ തലമുറ തോറും സ്വതന്ത്ര ഭാരതഗാഥ. തെളിക്ക നമ്മൾ തലമുറ തോറും സ്വതന്ത്ര ഭാരതഗാഥ. മലനാടിലെ മഹനീയതയും ദൃശ്യഭംഗിയും നിറഞ്ഞു നിൽക്കുന്ന മനോഹാരിത. പച്ച പുതച്ച നെൽപ്പാടുകളും മൊട്ടക്കുന്നുകളും അവയെ തട്ടി തലോടി കവിത പോലൊഴുകുന്ന പുണ്യതീർത്ഥങ്ങളായ നദികൾ. മഹാന്മാരായ കവികളും കവിവര്യന്മാരും നമ്മുടെ ഈ നാടിനെ കുറിച്ച് പാടിയിട്ടുണ്ട്. മഹാകവി ചങ്ങമ്പുഴയുടെ ഭാവനയിൽ പറഞ്ഞാൽ മലരണിക്കാടുകൾ കാന്തിയിൽ മുങ്ങി മുങ്ങി കാന്തിയിൽ മുങ്ങി മുങ്ങി കടലും കവർന്നു മിന്നി കളയറ്റോരാലസ്യ ഗ്രാമഭംഗി. അത് മാത്രമോ, ഇവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്തമരങ്ങൾ മാത്രം. ഇവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്തമരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ ദൂരെ പൂമഴയായി
പിന്നെ ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ ദൂരെ പൂമഴയായി പിന്നെ മലരണി കാടുകൾ തിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. പോരാ, നമുക്കിനിയും നമ്മുടെ ഗൃഹാതുരത്വത്തിലേക്ക് കടന്നു ചെല്ലണം. അവിടെ നമുക്ക് മുമ്പേ നടന്ന തലമുറയുണ്ട്, അവർ പാടിയ ശീലുകളുണ്ട്. ഓട്ടം തുള്ളൽ പലതും പറയും കേട്ടവരൊട്ടും ശങ്കിക്കേണ്ട. 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 കണ്ണുമിഴിച്ചും വായുവിലും ഇരിപ്പത് കണ്ടോ കഷ്ടം തന്നെ. കണ്ണുമിഴിച്ചും വായുവിളർന്നും ഇരിപ്പത് കണ്ടോ കഷ്ടം തന്നെ. കണ്ണുമിഴിച്ചും വായുവിളർന്നും ഇരിപ്പത് കണ്ടോ കഷ്ടം തന്നെ. കണ്ണുമിഴിച്ചും വായുവിളർന്നും ഇരിപ്പത് കണ്ടോ കഷ്ടം തന്നെ. എന്നാൽ അവനുടെ കണ്ണുകൾ രണ്ടും പെൺകൊടിമാരുടെ ഭാഗത്താണ്. എന്നാൽ അവരുടെ കണ്ണുകൾ രണ്ടും പെൺകൊടിമാരുടെ ഭാഗത്താണ്. എന്നാൽ അവരുടെ കണ്ണുകൾ രണ്ടും പെൺകൊടിമാരുടെ ഭാഗത്താണ്. എന്നാൽ അവരുടെ കണ്ണുകൾ രണ്ടും പെൺകൊടിമാരുടെ ഭാഗത്താണ്. അവനുടെ ചങ്കിടി കേട്ടിട്ടമ്പോ കൊട്ടിമുഴങ്ങണതായം വകയം. അവരുടെ ചങ്കിടി കേട്ടിട്ടമ്പോ കൊട്ടിമുഴങ്ങണതായം വകയം. അവരുടെ ചങ്കിടി കേട്ടിട്ടമ്പോ കൊട്ടിമുഴങ്ങണതായം വകയം. അവരുടെ ചങ്കിടി കേട്ടിട്ടമ്പോ കൊട്ടിമുഴങ്ങണതായം വകയം. നാരായണ ജയ 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 നാരായണ ജയ. ഇത്രയും മനോഹരിയായ ഈ ഭാർഗവ ഭൂമിയെ നിനക്ക് മുന്നിൽ ഞങ്ങളുടെ പ്രണാമം. ഹരിത ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഈ ഊഷ്മള ഭൂമിയിൽ കേരള ഭൂമിയിലെ തനതായ ശൈലിയിൽ അധ്വാനത്തിന്റെയും മാത്സര്യത്തിന്റെയും നിറഴുന്ന ഈ ഭൂമിയിൽ നമുക്ക് ഒന്നിച്ചൊരു ഉത്സവഗാനം പാടിയാലോ? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കൊയ്യാളെ വേണം കുഴൽ വേണം കുഴവ വേണം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കൊയ്യാളെ കൊട്ടു വേണം കുഴൽ വേണം കുഴവ വേണം. ഓരിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതൈതൈതോ ഓരിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതൈതൈതോ വരവേൽക്കാനാളു വേണം. തിത്തൈ തകതൈതൈതോ കൊടി തോരണങ്ങൾ വേണം. തിത്തിത്താരാതിത്തിത്തൈ വിജയശ്രീലാളി വരവരുന്നു ഞങ്ങൾ. വരവേൽക്കാനാളു വേണം. കൊടി തോരണങ്ങൾ വേണം. വരവേൽക്കാനാളു ഞങ്ങൾ. ഓരിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതൈതൈതോ ഓരിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതൈതൈതോ തൈതൈതൈതൈതൈതൈതൈ തിത്തൈ തകതൈതൈതോ തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതൈതൈതോ തൈതൈതൈതൈതൈതൈതൈ തിത്തൈ തകതൈതൈതോ തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതൈതൈതോ. തുഞ്ചനും കുഞ്ചനും പരിപോഷിപ്പിച്ച മലയാള സാംസ്കാരിക പൈതൃകം. കേരളത്തിൽ മണ്ഡലകാലം പിറന്നു കഴിഞ്ഞാൽ ഭക്തി നിർഭരമായ പ്രഭാത സന്ധ്യകൾക്ക് നിറവും സുഗന്ധവുമുണ്ട്. അത് പുണ്യപ്രദായിനിയായ പമ്പ പോലെ, ഗംഗ പോലെ പവിത്രമായ മനസ്സുകളിലൂടെ ഒഴുകുന്ന പുണ്യപാപത്തിന്റെ ഇരുമുടി കെട്ടുമായി മതേതരത്വം എന്ന മാനുഷിക മൂല്യത്തിന്റെ സാമാന്യ ചിന്തകളിലൂടെ ഒഴുകി തളിരണിഞ്ഞൊരു വള്ളിക്കുടിലിന്റെ കുളരി എന്നൊരു മറവിലെ. തളിരണിഞ്ഞൊരു വള്ളിക്കുടിലിന്റെ കുളരി എന്നൊരു മറവിലെ. മോഹിനിയനായി ശങ്കരൻ സ്നേഹവാൻ കൊടുകൂടവേ. മോഹിനിയനായി ശങ്കരൻ സ്നേഹവായി കൊടുകൂടവേ. ഭവ്യസമ്പന്നയായ മോഹിനി ദിവ്യഗർഭം ധരിച്ചുട. ഭവ്യസമ്പന്ന
ദിവ്യഗർഭം ധാരിച്ചുട ദിവ്യഗർഭമരയാമം കൊണ്ടുട സർവലക്ഷണം പൂർണ്ണമാ ദിവ്യഗർഭമരയാമം കൊണ്ടുട സർവലക്ഷണം പൂർണ്ണമാ തുടവടിക്കൊരു ദിവ്യബാലകൻ ഉടനെ പൂജതനായിതോ തുടവടിക്കൊരു ദിവ്യബാലകൻ ഉടനെ പൂജതനായിതോ സ്വാമിയേ ശരണമയ്യപ്പോ. സഹോദരരെ, ഇനി നമുക്ക് ആരംഭിക്കാം. ശ്രീ ചോറ്റാനിക്കര അമ്മയുടെ നിതാന്ത ഭക്തിയുടെ ഐശ്വര്യ ചൈതന്യത്തിന്റെ ഏടുകളിൽ നിന്ന് ചൂടും വെളിച്ചവും പകരുന്ന കഥ. നമുക്ക് ചുറ്റും നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന അദൃശ്യമായൊരു ചൈതന്യം. അത് സത്യമാണ്, ബ്രഹ്മമാണ്, വൈഷ്ണവമാണ്, മഹേശ്വരമാണ്. ആ ത്രിമൂർത്തി സംഗമത്തിന്റെ അത്യുജ്വല ഭാവമായ ദേവീ ചൈതന്യമാണ് ശ്രീ ചോറ്റാനിക്കര അമ്മ. അമ്മയുടെ കഥ എങ്ങനെയാണ് ഞങ്ങൾ പറയേണ്ടത്? പറഞ്ഞാലും പാടിയാലും തീരാത്തത്ര അത്ഭുതങ്ങളുടെ അനുഭവങ്ങളാണ് ഇവിടെ നിത്യവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവൈശ്വര്യ പ്രധാനിയായ ശ്രീ ചോറ്റാനിക്കര അമ്മയുടെ തിരുസന്നിധിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ചോറ്റാനിക്കര തന്നിൽ വാഴുമമ്മേ നിചരിതം ഞങ്ങൾ പാടിടുന്നേ. ചോറ്റാനിക്കര തന്നിൽ വാഴുമമ്മേ നിചരിതം ഞങ്ങൾ പാടിടുന്നേ. മൂന്നു ലോകങ്ങളും വാഴ്ത്തിടുന്ന ഭദ്രയും കാളിയും ദുർഗയും നീ. മൂന്നു ലോകങ്ങളും വാഴ്ത്തിടുന്ന ഭദ്രയും കാളിയും ദുർഗയും നീ. നിഞ്ചരീതങ്ങളെ പാടിടുന്ന മാനസപ്പന്നുള്ളിലെത്തിടേനേ. ഈ കാവിലം വരുന്നൊരമ്പികേ നിൻ ചെവടി കാണും വണങ്ങിടുന്നേ വണങ്ങിടുന്നേ. ചോറ്റാനിക്കര തന്നിൽ വാഴുമമ്മേ നിൻചരിതം ഞങ്ങൾ പാടിടുന്നേ. അദ്വൈത വേദാന്തിയായ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ വടക്കു നിന്ന് ചാമുണ്ടേശ്വരി ദേവിയെ കേരളക്കരയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിന് വേണ്ടുന്നതായ ഉപാസനയും വ്രതാനുഷ്ഠാനങ്ങളും നിർവഹിച്ച് ദേവിയെ ഭജിക്കുവാൻ തുടങ്ങി. ഭക്തന്റെ മനോഗീത പറഞ്ഞ ദേവി ശങ്കരാചാര്യർക്ക് ദർശനം നൽകി ഇപ്രകാരം അരുൾ ചെയ്തു: ശങ്കര, നിന്നിൽ നാം സംപ്രീതയായിരിക്കുന്നു. നിന്റെ ഹിതമനുസരിച്ച് ഭാർഗവ ഭൂമിയിൽ കുടികൊള്ളുവാൻ നാം ഒരുക്കമാണ്. എങ്കിലും നീ നമുക്ക് മുമ്പേ നടന്നുകൊള്ളുക, നാം പിന്നാലെ വന്നുകൊള്ളാം. പിന്തിരിഞ്ഞ് നോക്കാതെ തന്നെ നീ നടന്നുകൊള്ളണം. എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും ഭാർഗവ ഭൂമിയിലെത്തി നീ പിന്തിരിഞ്ഞ് നോക്കാവൂ. ഞാൻ അടിഞ്ഞിരിക്കുന്ന ചിലങ്കയുടെ നാദം കേട്ട് നീ എന്റെ സാന്നിധ്യം പറയണം. എവിടെ വെച്ച് നീ പിന്തിരിഞ്ഞ് നോക്കുന്നുവോ നാം അവിടെ കുടികൊള്ളുന്നതായിരിക്കും. മഹാമായയുടെ വാക്കുകൾ ശങ്കരാചാര്യൻ അംഗീകരിച്ചു. ആചാര്യൻ മുന്നിലും ദേവി പിന്നിലുമായി ആ മഹായാത്ര ആരംഭിച്ചു.
അദ്ദേഹം യാത്ര തുടർന്നു. എന്ത് ശിവന്റെ നാദം നിലച്ചിരിക്കുന്നു. ദേവി നമ്മുടെ പിന്നിലില്ലേ? ഒരുപക്ഷെ ഇതൊരു പരീക്ഷണമാണെങ്കിലോ? ഇല്ല, ദേവി നമ്മുടെ പിന്നിലില്ല. ദേവിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. തിരിഞ്ഞു നോക്കുക തന്നെ. അടുത്ത ക്ഷണം ശങ്കരാചാര്യർ പിന്തിരിഞ്ഞു നോക്കി. അമ്മേ, മഹാമായേ! ശങ്കര, നാം ഇനി മുന്നോട്ടില്ല. ദേവി, അടിയനോട് പൊറുക്കണം. അമ്മയുടെ കനകച്ചിലമ്പിന്റെ നാദം കേൾക്കാതെ വന്നപ്പോൾ നാം ഒന്ന് പിന്തിരിഞ്ഞു പോയതാണ്. അടിയന് മാപ്പ് തരണം ദേവി. എങ്കിലും സത്യം ലംഘിക്കപ്പെട്ടില്ലേ ശങ്കര? ഇനി ഞാനിരിക്കേണ്ട സ്ഥലം എവിടെയാണ്? അങ്ങനെ പറയരുത് മഹാമായേ. എന്റെ ഇതുവരെയുള്ള തപസ്സെല്ലാം വ്യർത്ഥമാകുകയില്ലേ? ദയവായി അവിടെ തന്നെ പരീക്ഷിക്കരുത്. അമ്മയില്ലാതെ ഞാൻ എന്റെ നാട്ടിലേക്കില്ല. ഏതെങ്കിലും ഒരു ശിലയിൽ തല തല്ലി മരിക്കുന്നതാകും ഇതിലും. ശങ്കര, നിനക്ക് വേണ്ടി നാം ഒന്ന് ചെയ്യാം. ദിനവും ഒരു നേരം നീ ആഗ്രഹിക്കുന്നിടത്ത് ഞാൻ എന്റെ സാന്നിധ്യം അറിയിക്കാം. ഇപ്പോൾ എന്നിൽ ഉത്ഭവിക്കുന്ന ജ്യോതിസുമായി നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് മടങ്ങിക്കൊള്ളുക. അങ്ങനെ അംബികാദേവിൽ ഉത്ഭവിച്ച ചൈതന്യവുമായി ആചാര്യൻ ഭാർഗവ ഭൂമിയിലേക്ക് യാത്രയായി. ശിവകാമേശ്വരി ശങ്കരി ഭഗവതി കുടികൊള്ളും കാവിൽ ഒരു നേരത്തൊരു കുഞ്ഞു വിളക്കായി തെളിയണമൊരു നാളിൽ. ശിവകാമേശ്വരി ശങ്കരി ഭഗവതി കുടികൊള്ളും കാവിൽ ഒരു നേരത്തൊരു കുഞ്ഞു വിളക്കായി തെളിയണമൊരു നാളിൽ. ശിവകാമേശ്വരി ശങ്കരി ഭഗവതി കുടികൊള്ളും കാവിൽ ഒരു നേരത്തൊരു കുഞ്ഞു വിളക്കായി തെളിയണമൊരു നാളിൽ. തെളിയണമൊരു നാളിൽ. തെളിയണമൊരു നാളിൽ. ആദിശങ്കരൻ ആവാഹിച്ചു കൊണ്ടുവന്ന മൂകാംബികയുടെ ജ്യോതി സമർന്നത് ജ്യോതി സാവാഹിക്കപ്പെട്ട കര എന്നർത്ഥത്തിൽ ജ്യോതിയാൻ കരയായി. അത് പിന്നീട് ലോപിച്ച് ചോറ്റാനിക്കരയായി തീർന്നു. അതെ സ്നേഹമുള്ളവരെ, ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഒരു കൊടും കാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. മലയരയന്മാർ ഒറ്റയായും കൂട്ടമായും താമസിക്കുന്ന വൃക്ഷ നിബിഡമായ വലിയൊരു വനപ്രദേശം. അതാ അങ്ങോട്ട് നോക്കൂ. കാനനച്ചോല തഴുകിട്ടലോടുന്ന പച്ചമുതച്ചൊരാമഭംഗി. കാനനച്ചോല തഴുകിട്ടലോടുന്ന പച്ചമുതച്ചൊരാമഭംഗി. ആരും കൊതിക്കുന്ന ചുണ്ടിൽ ചിരിയുമായി മാറി പറക്കുന്നു സുന്ദരി. ആരും കൊതിക്കുന്ന ചുണ്ടിൽ ചിരിയുമായി മാറി പറക്കുന്നു സുന്ദരി. കാനനച്ചോല തഴുകി തലോടുന്ന പച്ചമുതച്ചൊരാമഭംഗി. കാട്ടിലെ മലയരന്മാരുടെ മൂപ്പനായ കണ്ണപ്പന്റെ ഏക മകളാണ് ആ കൊച്ചു സുന്ദരി. കണ്ണപ്പൻ മലയരന്മാരുടെ മൂപ്പനാണെങ്കിലും അറിവിനേക്കാളേറെ അജ്ഞതയും നന്മയെക്കാളേറെ തിന്മയുമാണ് അയാൾ. കാരണം താൻ ആരാധിക്കുന്ന പരദേവതയ്ക്ക് അയാൾ ദിവസേന ഒരു കൃതബലി നടത്തുക പതിവാണ്. അത് തന്റെ അനുചരന്മാർ എവിടെ എന്തെങ്കിലും അപഹരിച്ചോ അല്ലാതെയോ അയാളുടെ മുന്നിൽ എത്തിച്ചിരിക്കണം. ആ ജന്തുബലി നടത്തി അതിലൊരു ഭാഗം ദിവസേന അഗ്നിയിൽ കോപിക്കും തോറും അയാളുടെ കരുത്ത് വർദ്ധിച്ചു വരുമെന്ന് ആരോ അയാൾ ഉപദേശിച്ചു. അർത്ഥനാദം കേട്ട് പുലരുന്ന വേടൻ ശക്തിയോ ബുദ്ധിയോ അർത്ഥനാദം കേട്ട് പകരുന്ന വേടൻ
പശുക്കളെ കിട്ടുക എളുപ്പമാണോ? അതിനാൽ അയാൾ തന്റെ അനുജന്മാരെ നാനാ ദിക്കിലേക്ക് അയച്ച് പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവന്നാണ് ഈ ഹീനകൃത്യം ചെയ്തിരുന്നത്. അതെ, ഒരു ദിവസം കണ്ണപ്പന്റെ അനുജന്മാർ മോഷ്ടിച്ചു കൊണ്ടുവന്ന പശുക്കളോടൊപ്പം ഒരു പിഞ്ചു കിടാവും ഉണ്ടായിരുന്നു. അയാളുടെ മകൾക്ക് ആ പശുക്കുട്ടിയെ വളരെ ഇഷ്ടമായി. പെട്ടെന്ന് തന്നെ അവർ വലിയ കളിക്കൂട്ടുകാരായി മാറി. പാടത്തും പറമ്പിലും തൊടിയിലുമെല്ലാം ആ പെൺകിടാവും അവരോടൊത്ത് ആർത്തുല്ലസിച്ച് നടന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പശുക്കളെ കൊണ്ടുവരുവാൻ പോയ അനുജന്മാരെ അന്തി വൈകിട്ട് കാണുന്നില്ല. കണ്ണപ്പൻ ആകെ അസ്വസ്ഥനായി. പരദൈവങ്ങളെ, ഇന്ന് എന്റെ കുരുതി മുടങ്ങുമോ? അങ്ങനെ മുടങ്ങിയാൽ ഇത്രയും നാളും ഞാൻ ചെയ്തതെല്ലാം വൃഥാവിലാകുമല്ലോ. ദൈവകോപമുണ്ടായാൽ അത് താങ്ങാനുള്ള കരുത്ത് തനിക്കുണ്ടാവില്ല. ഇല്ല, കുരുതി മുഴുകാൻ പാടില്ല. കണ്ണപ്പൻ നാനാ ദിക്കിലേക്കും പരക്കം പാഞ്ഞു. തന്റെ അനുജന്മാരെ ആരെയും തന്നെ കാണുന്നില്ല. അയാൾ കാശിന്റെയായി. ഇല്ല, ബലി മുടങ്ങാൻ പാടില്ല. പേടന്റെ കണ്ണുകൾ പാഞ്ഞു ചെന്നു പിഞ്ചുകിടാവിൻ തൊഴുത്തിലേക്ക്. പേടന്റെ കണ്ണുകൾ പാഞ്ഞു ചെന്നു പിഞ്ചുകിടാവിൻ തൊഴുത്തിലേക്ക്. അയ്യോ ചതിക്കല്ലേ എന്നെ അച്ഛാ, മാലികയച്ഛന്റെ കാൽക്കൽ വീണു. അയ്യോ ചതിക്കല്ലേ എന്നെ അച്ഛാ, മാലികയച്ഛന്റെ കാൽക്കൽ വീണു. തന്റെ കളിക്കൂട്ടുകാരിയായി പശുക്കിടാവിനെ അച്ഛൻ ബലി നൽകാൻ പോകുന്നു അറിഞ്ഞ് ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു. ഞാൻ ലാളിക്ക് വളർത്തുന്ന ഇവളൊരു പശുക്കുട്ടിയല്ലേ, എന്റെ കളിക്കൂട്ടുകാരിയാണ്. ഈ പാവത്തിനെ ബലി നൽകിക്കൊണ്ടുള്ള ഒരു പുണ്യവും നമുക്ക് വേണ്ടല്ല. ഇല്ല, ബലി മുടങ്ങാൻ പാടില്ല. വർഷങ്ങളായി ഒരു മുടക്കവും കൂടാതെ ഞാൻ എന്റെ പരദേവതക്ക് ചെയ്യുന്ന കർമ്മം മുടങ്ങിയാൽ തലമുറകളോളം അതിന്റെ ശാപമുണ്ടാകും. ഇതുവരെ ഞാൻ ചെയ്തതെല്ലാം പാഴ്വേലയാകും. മാറി നിൽക്ക്. എനിക്ക് എല്ലാറ്റിനേക്കാളും വലുത് എന്റെ പരദേവതയുടെ കടാക്ഷമാണ്. അയാൾ പശുക്കുട്ടിയെ പിടിക്കാനായി തൊഴുത്തിലേക്ക് ആഞ്ഞു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ആ പെൺകുട്ടിയിൽ വന്ന ഭാവമാറ്റം കണ്ണപ്പനെ ഞെട്ടിച്ചു. ബലി മുടക്കാൻ അച്ഛന് കഴിയില്ലെങ്കിൽ ഇതാ എന്റെ ശിരസ് വെട്ടിയെടുത്തോളൂ. എന്നാലും ഈ പിഞ്ചു കിടാവിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞെട്ടിത്തെറിച്ചു പോയി കണ്ണപ്പനാക്ഷരം. സ്വന്തം മകൾ തൻ പ്രതിജ്ഞേറ്റേ എന്തു ചെയ്യേണ്ടു ഞാൻ എന്നുള്ള ചിന്തയായി നിശ്ചലം നിന്നു പ്രകൃതി പോലും. കുറെ നേരത്തേക്ക് കണ്ണപ്പനൊന്നും ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല. പശുക്കുട്ടിയെ കൊല്ലുവാൻ അവൾ അനുവദിക്കില്ലെന്ന് ആ ദൃഢനിശ്ചയം കേട്ടാൽ അറിയാം. പിന്നെ തന്റെ മകളെ കൊന്ന് ഈ ബലി നടത്താൻ തനിക്കാകുമോ? ആ ബാലിക അച്ഛന് നേരെ ദയനീയമായി നോക്കി. അച്ഛ, ഇന്നലെ വരെ ആ പാവം മിണ്ടാപ്രാണികളെ കൊന്നുകൂട്ടിയിട്ട് ശക്തിയോ ബുദ്ധിയോ സ്വർണമോ ധാന്യമോ എന്താണ് അധികമായി നമുക്ക് ലഭിച്ചത്? ഏത് ദൈവത്തിന്റെ ധർമ്മമാണെച്ച ബലി നൽകുക എന്നുള്ളത്? മറ്റുള്ളവരിൽ നിന്നും ധർമ്മമാക്കിയാണ് നാം ജീവിക്കുന്നത്. ആ ധർമ്മം എനിക്ക് തിരിച്ചു നൽകുവച്ച ഈ പശുക്കുട്ടിയെ ധർമ്മമായി തന്ന് അച്ഛനത് നിറവേറ്റണം. അച്ഛനത് നിറവേറ്റണം. ഇത്രയും പറഞ്ഞു തന്നു ആ ബാലിക അയാളുടെ കാൽക്കലേക്ക് തളർന്നു വീണു. കണ്ണപ്പന്റെ മനസ്സിൽ അന്ന് ആദ്യമായി സഹാനുഭൂതിയുടെ ഒരു നേർത്ത വെളിച്ചം തെളിഞ്ഞു വന്നു. ആ കൈകളിൽ നിന്ന് ആയുധം താഴെ വീണു. തന്റെ കാൽക്കൽ തളർന്നു കിടക്കുന്ന മകളെ അയാൾ വാരിയെടുത്തു. പക്ഷേ അവൾക്ക് ചലനമില്ല. കുഞ്ഞിന്റെ തേങ്ങലോ തേങ്ങലോ തുമ്പി തുമ്പി
എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. മകളുടെ മരണത്തോടെ കണ്ണപ്പന്റെ ജീവിതം ഒറ്റപ്പെട്ടു. അവളോടൊത്തുള്ള ജീവിതത്തിന്റെ സുഖവും സമാധാനവും നിലച്ചു. സ്വന്തം ജീവിതം ഒരു ഭാരമായി അയാൾക്ക് തോന്നി തുടങ്ങി. ആ പിഞ്ചു പിതാവിന്റെ ജീവന് വേണ്ടിയാണ് അവൾ തന്നോട് കേണപേക്ഷിച്ചത്. അതിനു വേണ്ടിയാണ് ആ ഹൃദയം തകർന്നത്. കണ്ണപ്പൻ ആ പശുക്കുട്ടിയിൽ തന്റെ മകളെ കണ്ടു. തന്റെ എല്ലാ സ്നേഹവും വാത്സല്യവും നൽകി അയാൾ അതിനെ വളർത്തി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കണ്ണപ്പൻ ഒരു സ്വപ്നം കണ്ടു. താൻ ഓമനിച്ച് വളർന്ന പശുക്കുട്ടിക്കരികിൽ ദിവ്യനായ ഒരു പുരുഷൻ നിൽക്കുന്നു. സമീപത്തായി നിൽക്കുന്ന മഹർഷിമാരും ഋഷിവര്യന്മാരും ആ പശുക്കുട്ടിയെയും ദിവ്യനായ മനുഷ്യനെയും ആരാധിക്കുന്നു. കണ്ണപ്പൻ ഞെട്ടി ഉണർന്നു. അയാൾ തൊഴുത്തിലേക്ക് പാഞ്ഞു. ഇല്ല, പശുക്കുട്ടി യാതൊന്നും സംഭവിക്കാത്ത പോലും അവിടെ തന്നെ ഉണ്ട്. പിറ്റേന്ന് നേരെ പുലർന്നപ്പോൾ പശുക്കുട്ടി അഴിച്ചു കിട്ടാൻ നിന്ന കണ്ണപ്പൻ കണ്ട കാഴ്ച ശിലയായി കിടക്കുന്നു പിഞ്ചുകിടാവന ദിവ്യജ്യോതിസോ മറ്റൊരു ശിലയായി സ്വപ്നമാണോ ചിന്തിച്ചയാകുന്നു. മാപ്പു നൽകണമേ ദൈവങ്ങളെ. ഈ സമയം ഒരു സന്യാസി വര്യൻ അവിടെ എത്തിച്ചേർന്നു. കണ്ണപ്പൻ ആ ദിവ്യന്റെ കാൽക്കൽ വീണു. സന്യാസി കണ്ണപ്പൻ അനുഗ്രഹിച്ചു പറഞ്ഞു, മകനെ, നീ ഇപ്പോൾ ഭാഗ്യവാനും പുണ്യവാനുമാണ്. പോയ കാലത്ത് നീ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്കെല്ലാം നീ വളർത്തിയ മകളിലൂടെയും അവൾ സ്നേഹിച്ച ഈ പിഞ്ചുകിടാവിലൂടെയും മോക്ഷപ്രാപ്തിയായിരിക്കുന്നു. ഇവിടെ ലക്ഷ്മി നാരായണന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. നീ ഈ മൂർത്തിയെ സേവിച്ച് ഈ ജന്മം ഇവിടെ തീർത്താലും അടുത്ത ജന്മത്തിലും ഈ മൂർത്തി സേവക്ക് നിനക്ക് ഭാഗ്യമുണ്ടാകും. സന്യാസി അപ്രത്യക്ഷനായി. താൻ വളർത്തിയ പിഞ്ചുകിടാവ് മഹാലക്ഷ്മിയും സ്വപ്നത്തിൽ കണ്ട ദിവ്യപുരുഷൻ സാക്ഷാൽ ശ്രീനാരായണനുമാണ് നടന്നതോടെ കണ്ണപ്പന്റെ ഹൃദയം ഭക്തി സാന്ദ്രമായി. ലക്ഷ്മി സ്തുതേ മഹാലക്ഷ്മി സ്തുതേ, ലക്ഷ്മി സ്തുതേ മഹാലക്ഷ്മി സ്തുതേ, ലക്ഷ്മി സുതേ മഹാലക്ഷ്മി സുതേ, ലക്ഷ്മി സുതേ മഹാലക്ഷ്മി സുതേ, ലക്ഷ്മി സ്തുതേ മഹാലക്ഷ്മി സ്തുതേ, ശംഖുചക്ര ഗദാഹസ്ത ലക്ഷ്മി സുതേ, ലക്ഷ്മി സുതേ മഹാലക്ഷ്മി സുതേ, ശംഖുചക്ര ഗദാഹസ്ത ലക്ഷ്മി സുതേ, സർവദുഃഖഹാരിണി ലക്ഷ്മി സുതേ, സിദ്ധി ബുദ്ധി പ്രദായിനി ലക്ഷ്മി സുതേ, സർവദുഃഖഹാരിണി ലക്ഷ്മി സുതേ, സിദ്ധി ബുദ്ധി പ്രദായിനി ലക്ഷ്മി സുതേ, ലക്ഷ്മി സുതേ മഹാലക്ഷ്മി സുതേ, ലക്ഷ്മി സുതേ മഹാലക്ഷ്മി സുതേ. അങ്ങനെ സംവത്സരങ്ങൾ കടന്നുപോയി. കാടും മേടും മലയുമായി ആ പ്രദേശത്ത് നാനാജാതികൾ ഉൾപ്പെട്ട വലിയൊരു ജനസമൂഹം വളർന്നു വന്നു. കാട്ടിൽ നിന്ന് വിറകും പുല്ലും തേനും മറ്റും ശേഖരിച്ച് നാട്ടിൻ പുറത്തു കൊണ്ട് വിൽക്കുന്നവരാണ് അവരിൽ അധികവും. ഒരു ദിവസം ഒരു സ്ത്രീ പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ അരിവാളിന് മൂർച്ച കൂട്ടാനായി സമീപത്ത് കണ്ട ഒരു ശിലയിൽ അരിവാൾ തേക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ ശിലയിൽ നിന്നും ചുടുരക്തം ധാരധാരയെ ഒഴുകാൻ തുടങ്ങി. ഏതോ ഒരു ശക്തി ആവേശിച്ചതുപോലെ ആ സ്ത്രീ ഉറഞ്ഞു തൊഴാൻ തുടങ്ങി. അമ്പരനോട്ടമായി നാനാജനങ്ങൾ ആ കാഴ്ച കണ്ടിട്ടു ഭീതി കൊണ്ടു. അമ്പരനോട്ടമായി നാനാജനങ്ങൾ ആ കാഴ്ച കണ്ടിട്ടു ഭീതി കൊണ്ടു. ഏതോ മഹാശക്തി എന്നവർ ചിന്തി കോമ്പഴി തേടി തല പുകഞ്ഞു. ഏതോ മഹാശക്തി എന്നവർ ചിന്തി കോമ്പഴി തേടി തല പുകഞ്ഞു. ഒരു നിമിത്തം പോലെ അവിടെ എടാട്ട് നമ്പൂതിരിയുടെ ആഗമനമുണ്ടായി. എടാട്ട് നമ്പൂതിരിയെ കണ്ടതോടെ ആ സ്ത്രീ ബോധപറ്റി നിലത്തു വീണു. വിദ്വാനും പരമഭക്തനുമായ നമ്പൂതിരി ആ പരിസരത്ത് സാക്ഷാൽ പരാശക്തിയുടെ തേജസ് വ്യാപിച്ചിരിക്കുന്നതായി കണ്ടു. ഉടൻ തന്നെ ഇല്ലത്ത് നിന്ന് പൂജക്കായി സൂക്ഷിച്ചിരിക്കുന്ന പുഷ്പങ്ങളും മലരും കൊണ്ടുവരുവാൻ ആളെ അയച്ചു. ആ ചൈതന്യത്തിന് മുന്നിൽ ഒരു നിവേദ്യം നടത്താൻ തുനിഞ്ഞപ്പോഴാണ് ഒരു പാത്രം പോലും കരുതാൻ ശിഷ്യനോട് പറഞ്ഞിട്ടില്ലെന്ന ഖേദം നമ്പൂതിരിക്കുണ്ടായത്. ഇനി എന്താണ് ചെയ്യുക? അദ്ദേഹം ചുറ്റുപാടും നിരീക്ഷിച്ചു. അതാ ഒരു ചിരട്ട. അദ്ദേഹം അത് കഴുകി ശുദ്ധമാക്കി ദേവീ ചൈതന്യത്തിന് മുൻപിൽ
പുഷ്പങ്ങളും മലരും നിവേദ്യമായി അർപ്പിക്കും. അമ്മേ ഭഗവതി കാളികാത്യായനി പാടുന്നു ഞങ്ങളാ കർമ്മകാണ്ഡം. അമ്മേ ഭഗവതി കാളികാത്യായനി പാടുന്നു ഞങ്ങളാ കർമ്മകാണ്ഡം. ഭാഗവഭൂമിയിൽ വന്നെത്തി ഞങ്ങളാ വീരചരിതങ്ങൾ പാടിരുന്നേ. ഭാഗവഭൂമിയിൽ വന്നെത്തി ഞങ്ങളാ വീരചരിതങ്ങൾ പാടിരുന്നേ. അമ്മേ ഭഗവതി കാളികാത്യായനി പാടുന്നു ഞങ്ങളാ കർമ്മകാണ്ഡം. ഈശ്വര സേവയിൽ അത്യന്തം നിമഗ്നനായ എടാട്ട് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സകലമാന മനുഷ്യരും ആ കുന്നിൻ മുകളിലുള്ള ശിലാവിഗ്രഹത്തിന് മുന്നിൽ തടിച്ചുകൂടി. പിന്നീട് അവർ കാളികുളത്തുന്ന കണിയാരെ വരുത്തി, കാളികുളത്ത് കണിയാർ അദ്ദേഹത്തെ വരുത്തി ദേവപ്രശ്നം വെപ്പിച്ചു. സരസ്വതിയായും ലക്ഷ്മിയായും ദുർഗയായും ഈ ശിലയെ പൂജിക്കാമെന്ന് വിധിയിൽ കാണുകയുമുണ്ടായി. കാരണം ഈ ശിലാരൂപത്തെ ഒരു കാലത്ത് മഹാകാളിയായി ആരാധിച്ചിരുന്നു അത്രേ. അപ്പോൾ ശിവാംശമായ കാളിയുടെ ഭാവമാണ് നമുക്കിനി ദർശിക്കേണ്ടത്. ശങ്കരാചാര്യരാൽ അംബികയുടെ ഭാവവും കണ്ണപ്പന്റെയും മകളുടെയും ത്യാഗത്തിന്റെ പ്രതിരൂപമായ ലക്ഷ്മി ഭാവവും ദർശിച്ച് നമുക്കിനി മൂന്നാമത്തെ ഭാവമായ ശിവാംശമായ മഹാകാളിയുടെ ഐതിഹ്യത്തിലേക്ക് കടന്നുകയല്ല. ദാരുകൻ എന്നൊരു ദുഷ്ടനാം ദൈത്യനി മൂന്നു ലോകങ്ങളും കീഴടക്കി. ദാരുകനെന്നൊരു ദുഷ്ടനാം ദൈത്യനി മൂന്നു ലോകങ്ങളും കീഴടക്കി. ദേവഗണങ്ങളും മാമുനീശ്വരനും അഘോരരൂപനിൽ ഭീതി പൂണ്ടു. ദേവഗണങ്ങളും മാമുനീശ്വരനും അഘോരരൂപനിൽ ഭീതി പൂണ്ടു. അതെ, പർവ്വതം പോലെ കനത്ത ശരീരവും 3 തലകളും ഘോരരൂപിയായ അസുരനാൽ 3 ലോകങ്ങളും ഭയവിഹ്വലരായി തീർന്നു. സ്വർഗവും ഭൂമിയും ആ വിശാലന്റെ ക്രൂരകൃത്യങ്ങളാൽ പൊറുതിമുട്ടി. ദേവന്മാരെയും മനുഷ്യരെയും മാത്രമല്ല, സർവോപരി സത്യസ്വരൂപന്മാരായ സന്യാസിവര്യന്മാരെ പോലും അവൻ വെറുതെ വിട്ടില്ല. അവരുടെ യാഗാദി കർമ്മങ്ങളെല്ലാം അവൻ അലങ്കോലപ്പെടുത്തി. ആ ദൈത്യ രാജാവ് ആർത്തട്ടതച്ചു. അങ്ങനെ ഒരിക്കൽ സത്യസ്വരൂപനാം കശ്യപ മാമുനി തപം ചെയ്തു വാഴുന്ന പുണ്യഭൂമി. സത്യസ്വരൂപനാം കശ്യപ മാമുനി തപം ചെയ്തു വാഴുന്ന പുണ്യഭൂമി. സ്വരൂപനാം പാതു വിളിച്ചവൻ ഞെട്ടിത്തരിച്ചു മഹാമുനിയും. ഘോരസ്വരൂപനാം പാതു വിളിച്ചവൻ ഞെട്ടിത്തരിച്ചു മഹാമുനിയും. കശ്യപ മഹാമുനിയുടെ കണ്ണുകൾ ചുവന്നു, അതരങ്ങൾ വിറച്ചു. പരിപാവനമായ ഈ തപോവനത്തിൽ കയറി ആക്രമണം നടത്താൻ നിനക്കാര് ധൈര്യം തന്നു? മംഗളമന്ത്രധ്വനികൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന എന്റെ ആശ്രമം നശിപ്പിക്കാൻ എത്തിയ നിന്നെ ഞാനിതാ ശപിക്കുന്നു. നിന്റെ ദുർബുദ്ധിയിൽ നീ ചെയ്ത കർമ്മത്തിന് നീ ഇനിമേൽ ദുഷ്ട ശവങ്ങളെ നിന്ന് കാലം കഴിക്കട്ടെ. മാപ്പു നൽകൂ മാമുനി ശ്രേഷ്ഠ, അറിയാതെ ചെയ്തോരബദ്ധം. മാപ്പു നൽകൂ മാമുനി ശ്രേഷ്ഠ, അറിയാതെ ചെയ്തോരബദ്ധം. എന്നഹങ്കാരം നിമിത്തം ശാപം ഗ്രഹിക്കുന്നു ഞാനും. എന്നഹങ്കാരം നിമിത്തം ശാപം ഗ്രഹിക്കുന്നു ഞാനും. മാപ്പു നൽകൂ മാമുനി ശ്രേഷ്ഠ, അറിയാതെ ചെയ്തോരബദ്ധം. ദാരുവിന്റെ താടുകളുടെ അപേക്ഷ പ്രകാരം കശ്യപ മഹാമുനി ശാപ പരിഹാരവും നിർദ്ദേശിച്ചു.
ഒരു 10,000 കൊല്ലം നീ ഇങ്ങനെ ജീവിച്ചു പോരൂ. ഒരു 10,000 കൊല്ലം നീ ഇങ്ങനെ ജീവിച്ചു പോരൂ. ശ്രീ ശങ്കരാചയ ശ്രീഭദ്രകാളി അന്ന് നിൻ മുന്നിലങ്ങെത്തും. ശ്രീ ശങ്കരാചയ ശ്രീഭദ്രകാളി അന്ന് നിൻ മുന്നിലങ്ങെത്തും. 3 ലോകങ്ങളും താങ്ങേ നിന്ദേഹ ബന്ധം തകർക്കും. 3 ലോകങ്ങളും താങ്ങേ നിന്ദേഹ ബന്ധം തകർക്കും. അങ്ങനെ ദാരികൻ തന്റെ ഭീകര രൂപവുമായ അലൈവെ പ്രജാതൽപനായ മായാസുരന്റെ പുത്രിയും ശിവശങ്കരിയും ഭക്തയുമായ മനോദരിയെ ദാരികൻ കണ്ടുമുട്ടി. അവളിൽ ആകൃഷ്ടനായ ദാരികൻ തന്റെ ഭീകര രൂപം ഉപേക്ഷിച്ച് സർവാലങ്കാര വിഭൂഷിതനായി അവൾക്ക് മുന്നിൽ ചെന്നു. എൻ പ്രേമ സർവസ്വമേ സുന്ദരീ, എൻ പ്രേമ സർവസ്വമേ സുന്ദരീ, കണ്ടു ഞാൻ സുപ്രഭൂവിൽ നിന്റെ കൺകോണിൽ വിരിഞ്ഞുവല്ലോ കാമനൈത ശരങ്ങളെല്ലാം. എൻ പ്രേമ സർവസ്വമേ. പ്രേമസ്വരൂപനായി വന്നണഞ്ഞു സ്വപ്നമയൂരമായി നൃത്തമാടി. സ്വരൂപനായി വന്നണഞ്ഞു സ്വപ്നമയൂരമായി നൃത്തമാടി. എന്റെ സങ്കൽപ്പങ്ങൾ പൂവണിഞ്ഞു കാവലാളായി. എന്റെ സങ്കൽപ്പങ്ങൾ പൂവണിഞ്ഞു നിന്നനുരാഗത്തിൻ കാവലാളായി. എൻ പ്രേമ സർവസ്വമേ സുന്ദരീ, കണ്ടു ഞാൻ ഇന്നലെ സ്വപ്നഭൂവിൽ നിന്റെ കൺകോണിൽ വിരിഞ്ഞുവല്ലോ കാമനൈത ശരങ്ങളെല്ലാം. ദാരികന്റെ പ്രേമാമൃത് നിരസിക്കാൻ മനോദരി കഴിഞ്ഞില്ല. അവർ അനുരാഗത്തിലായി. കാലമധികം കഴിയാതെ തന്നെ മായാസുരന്റെ അനുഗ്രഹാശീർവാദങ്ങളോടെ ദാരികനും മനോദരിയും വിവാഹിതരായി. പക്ഷേ അതുകൊണ്ടൊന്നും ദാരികൻ അധികം നാൾ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. കശ്യപ മഹാമുനിയുടെ ശാപത്തിന്റെ തീഷ്ണതയിൽ ദാരികന്റെ പ്രവൃത്തികൾ നാൾക്ക് നാൾ ഭീകരമായി. യാഗാദി കർമ്മങ്ങൾ മുടക്കിയും ദേവന്മാരെ ഉപദ്രവിച്ചും മനുഷ്യരെ കൊന്നതെന്നും ദാരികൻ തന്റെ ദുഷ്കർമ്മങ്ങൾക്ക് മൂർത്തിമുട്ടി. ദാരികന്റെ ശല്യം സഹിக்க വയ്യാതെ വന്നപ്പോൾ ദേവേന്ദ്രാദികൾ വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടമുണർത്തിച്ചു. 14 ലോകാധിപാ പാക്കടൽ വന്നാനി കരിഞ്ഞിടണം. 14 ലോകാധിപാ പാക്കടൽ വന്നാനി കരിഞ്ഞിടണം. വരുകനവനുടെ പോകലം കൊണ്ടിതാ സർവം നശിച്ചു കാത്തിടേണം. വരുകനവനുടെ പോകലം കൊണ്ടിതാ സർവം നശിച്ചു കാത്തിടേണം. 14 ലോകാധിപാ. എല്ലാം കേട്ടുകഴിഞ്ഞ ഭഗവാൻ ചെറുതായി ഒന്ന് മന്ദഹസിച്ചു. ദേവേന്ദ്രാദിദേവികളെ, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ദാരികന്റെ അന്ത്യത്തിന് ഇനി അധിക നാളുകളില്ല.
ദാരികനേക്കാൾ അവന്റെ മാതാവായിരുന്ന ദാരുവതിയുടെ കഠിന തപം കൂടിയാണ് അവന്റെ ശക്തി. 3 ലോകങ്ങളെയും പരിപാലിക്കാൻ സംഹാരൂപനായ മഹാദേവനിൽ നിന്നും മഹാകാളി ആവിർഭവിക്കാൻ സമയമായിരിക്കുന്നു. ഈ സമയം അവിടെ നാരദ മഹർഷിയുടെ ആഗമനമുണ്ടായി. എല്ലാം അറിയുന്നവനാണ് മഹാദേവനെങ്കിലും അദ്ദേഹത്തെ കാര്യകരണങ്ങൾ ഗ്രഹിപ്പിക്കേണ്ട ബാധ്യത മഹാവിഷ്ണു നാരദമുനിയിൽ നിക്ഷിപ്തമാക്കി. അനുഗ്രഹവും വാങ്ങി നാരദമുനി കൈലാസപർവ്വത ലക്ഷ്യമാക്കി മുന്നോട്ട്. शंभो महादेव शंभो 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 शंभो महादेव शंभो. ഭക്തനായ മുനിവരന്റെ അപേക്ഷ മഹേശ്വരന്റെ കണ്ണുകൾ തുറപ്പിച്ചു. ആ വെള്ളിമാവരുടെ ശൃംഗത്തിൽ നിന്ന് ദാരികനെയും അവന്റെ സാമ്രാജ്യത്തെയും ആ സംഹാരത്തിൽ നോക്കി കണ്ടു. ആ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി മാറി അനാദി പ്രഭകളോടെ അഗ്നി തിളങ്ങി. അഗ്നി 10 മടങ്ങ് പ്രഭയോടെ പുകച്ചുരുളായി രൂപാന്തരപ്പെട്ടു. ആ ഘോര രൂപനിൽ നിന്നും പിറവിയെടുത്ത ഭദ്രകാളി മഹാദേവനിൽ മുന്നിൽ തൊഴുതു നിന്നു. അല്ലയോ താത, എന്താണ് എന്റെ പിറവിയുടെ ലക്ഷ്യം? എന്ത് കൽപ്പനയാണ് ഞാൻ നിറവേറ്റാനുള്ളത്? മകളെ കാളി, ദാരികനിൽ നിന്നൊക്കെ ഒരു ഘോരാസുരനെ വധിക്കുകയാണ് നിന്റെ ജന്മോദ്ദേശം. അവനാൽ 3 ലോകങ്ങളും നിറകൂട്ടിരിക്കുന്നു. ഒട്ടും താമസിയാതെ നീ നിന്റെ കർമ്മം നിറവേറ്റുക. അങ്ങനെ പിതാവിന്റെ പാദങ്ങൾ തൊട്ടുപണങ്ങി ഭദ്രകാളി ദാരികനെ തേടി പുറപ്പെട്ടു. കാശ്യപ മഹാമുനിയുടെ ശാപം ഭരിച്ച പോലെ ദാരികൻ ശ്രീഭദ്രകാളിക്ക് മുന്നിൽ വന്നു നിന്നു. വിശ്വമൊന്നാകെ നിറഞ്ഞു വിളങ്ങിയ ശ്രീഭദ്രകാളി എഴുന്നള്ളുന്നേ. വിശ്വമൊന്നാകെ നിറഞ്ഞു വിളങ്ങിയ ശ്രീഭദ്രകാളി എഴുന്നള്ളുന്നേ. താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ. ശങ്കരൻ തന്നോട് സൽപുത്രിയാകിയ ശ്രീഭദ്രകാളി എഴുന്നള്ളുന്നേ. ശങ്കരൻ തന്നോട് സൽപുത്രിയാകിയ ശ്രീഭദ്രകാളി എഴുന്നള്ളുന്നേ. ദുഷ്ടനം ദാരുക പോരിനുവാട നീ എന്നലറിക്കൊണ്ട് ഭൂതഗണം. താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ. ആശ്രിതവത്സല പ്രാണസ്വരൂപിണി ശ്രീഭദ്രകാളി എഴുന്നള്ളുന്നേ. ആശ്രിതവത്സല പ്രാണസ്വരൂപിണി ശ്രീഭദ്രകാളി എഴുന്നള്ളുന്നേ. താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ. വൻബലം കൊണ്ടു ലോകം നശിപ്പിച്ച ക്രൂരനം ദാരിക പോരിരുവ. വൻബലം കൊണ്ടു ലോകം നശിപ്പിച്ച ക്രൂരനം ദാരിക പോരിരുവ. താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ. അങ്ങനെ പരമേശ്വരനിൽ നിന്ന് പിറവിയെടുത്ത ഭദ്രകാളിയാൽ ദാരികൻ വധിക്കപ്പെട്ടു. സ്നേഹമുള്ളവരെ, ശങ്കരാചാര്യരാൽ ഭാർഗവ ഭൂമിയിലെത്തിയ സരസ്വതി സാന്നിധ്യം പുലർകാല പൂജയിലുള്ള വെള്ളയും ഉച്ചപൂജയിലുള്ള ചുവപ്പ് കാളിയെയും സന്ധ്യാപൂജയിലുള്ള നീല ദുർഗയെയും ഉൾക്കൊള്ളുന്ന നാടുകളാണ്. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. തന്നിനാരോ തക തന്നിനാരോ തന്നിനാരോ തക തന്നിനാരോ തന്നിനാരോ തക തന്നിനാരോ തന്നിനാരോ തക തന്നിനാരോ. താളത്തിൽ തപ്പുകൊട്ടി ഈണത്തിൽ ചെണ്ട കൊട്ടി കൊമ്പെടുത്തമ്പലം ചുറ്റിവായോ. താളത്തിൽ തപ്പുകൊട്ടി ഈണത്തിൽ ചെണ്ട കൊട്ടി കൊമ്പെടുത്തമ്പലം ചുറ്റിവായോ.
പൂർണ്ണമാകുന്നു.